ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് മാധ്യമങ്ങളോട് പറയുന്നത്, നോക്കൂ, ആ സ്കൂളിന്റെ യൂണിഫോം പോളിസി എന്താണോ അത് കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന്. അങ്ങനെയാണ് എങ്കിൽ 2 ദിവസം മുമ്പ് തുടങ്ങിയിരിക്കുന്ന ഈ വിവാദം അതോടുകൂടി കെട്ടടങ്ങേണ്ടതാണ്. 2 ദിവസത്തെ അവധിക്ക് ശേഷം നാളെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ കുട്ടി മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ യൂണിഫോം കംപ്ലൈ ചെയ്ത് ആ സ്കൂളിൽ പോയി അതിൻ്റെ പഠനം തുടരേണ്ടതാണ്. പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ധാരണയായി ഇരിക്കുന്ന സമയത്ത് എന്താവശ്യത്തിനാണ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം അത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഹൈക്കോടതിയുടെ വിധിക്ക് വിരുദ്ധമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ സംസാരിക്കുന്നത്, മന്ത്രിയും ഇവിടെ സംസാരിക്കുന്നത് ഈ കുട്ടിയുടെ മൗലിക സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ച്, വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചൊക്കെയാണ്. അത് 21 ആർട്ടിക്കിൾ അനുസരിച്ചിട്ടുള്ള ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലും 25, 26 മതസ്വാതന്ത്ര്യത്തിലുമൊക്കെയാണ് പറയുന്നത്. പക്ഷേ 26-ാമത്തെ ആർട്ടിക്കിൾ കൊണ്ട് നമ്മുടെ ഭരണഘടന ഇപ്പോൾ തീർന്നു ഫാദർ എന്നൊരു ജോഷി കരുതല്ല. മയ്യാറ്റിൽ ഇവിടെ